ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നു മുതൽ നമ്മൾ കൊച്ചു നോമ്പുകാല ചിന്തകൾ ആരംഭിക്കുകയാണ്. ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം എന്താണ് യഥാർത്ഥ മാനസാന്തരം എന്നാണ്. വാട്ട് ഡസ് ട്രൂ റിപ്പൻറ്റൻസ് ലുക്ക് ലൈക്ക്? വെറും കുറച്ചു ദിവസത്തെ ഉപവാസമോ പ്രാർത്ഥനയോ മാത്രമല്ല മാനസാന്തരം. അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു യാത്ര. ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകാം. പക്ഷേ അത് മാത്രമല്ല മാനസാന്തരം. ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്യണം. നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തികളിലും ഒരു മാറ്റമുണ്ടാകണം. തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നീതിയും സ്നേഹവും വിനയവും നിറയണം. അതാണ് മാനസാന്തരം. ഈ നോമ്പുകാലം മാനസാന്തരത്തിൻ്റെ ഒരു സമയം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലവട്ടം ശ്രമിച്ചിട്ടും മാറ്റാനാവാതെ പോയ ഒരു തെറ്റിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഉദാഹരണമായി, കാര്യസാധ്യത്തിനായി ചെറിയ നുണകൾ പറയുന്ന ഒരു ശീലം നമുക്കുണ്ടെന്ന് കരുതുക. ഈ നോമ്പുകാലത്തിൽ നമ്മളെ ഏറ്റവും അലട്ടുന്ന അത്തരമൊരു തെറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി വചനം വായിച്ചാലോ? കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ.